ഇതേ സമയം രാമചന്ദ്രനൊന്ന് ഓക്കെ ആയതും അയാൾ ശ്രീലതയെ നോക്കി. നിനക്കറിയാലോ ലതേ, ആദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. നീ അവിടെ വെച്ച് പറഞ്ഞല്ലോ എൻ്റെ മകനാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന്. ഉള്ളതാണോ? അയാൾ വിഷമത്തോടെ ചോദിച്ചു. പറയാം, ഞാനെല്ലാം പറയാം. നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. അങ്ങനെ അവർ പറഞ്ഞു തുടങ്ങി ആദിയെക്കുറിച്ച്. വളരെ സന്തോഷത്തോടെയായിരുന്നു ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഒരിക്കലും അമ്മയാകാൻ കഴിയാത്ത എനിക്ക് 2 കുട്ടികളുടെ അമ്മയാകാൻ കഴിഞ്ഞല്ലോ എന്ന് സന്തോഷത്തിലാണ് തെക്കേഴുത്ത് തറവാട്ടിലേക്ക് വന്ന് കയറിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ സന്തോഷങ്ങളെല്ലാം മാഞ്ഞുപോയി. നിങ്ങളാരും തന്നെ നോക്കാതെ ഒരു കുഞ്ഞു വളർന്നു. ജാതകദോഷക്കാരി എന്ന പേരിൽ അതിനെ മാറ്റി നിർത്തുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ദേഷ്യം തോന്നിയിരുന്നു. വന്നു കയറിയ എന്നോട് അമ്മ പറഞ്ഞത് ആദിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കണമെന്നായിരുന്നു. പക്ഷേ എനിക്ക് 2 കുട്ടികളും ഒരുപോലെയായിരുന്നു. ഞാൻ ആദിയെയും അച്ചുമോളെയും നോക്കിയിരുന്നു. എന്നാൽ ആദിക്ക് ഞാൻ അച്ചുവിനെ താലോലിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്തൊക്കെയോ നുണകൾ അവൻ അമ്മയോട് പറഞ്ഞു. അന്ന് എനിക്ക് ഒത്തിരി വഴക്ക് കേട്ടു. ആദിയെ മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ആദിയുടെ മാത്രം കാര്യങ്ങൾ നോക്കി. നിങ്ങളാരും അറിയാതെ ഞാൻ ജാനകിയോട് അച്ചുമോളെ നോക്കാനും ഏൽപ്പിച്ചു. അന്ന് തൊട്ട് ജാനകി അവളുടെ മകളോടൊപ്പം അച്ചുവിനെയും നോക്കി. എന്നാലും നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഞാൻ ആ കുഞ്ഞിപ്പെണ്ണിനെ കൊഞ്ചിക്കാറുണ്ടായിരുന്നു. വളർന്നു വന്ന അച്ചുവിനോട് പിന്നെ ഞാൻ ഒരുപാട് അടുക്കാതെയായി. അതിനും കാരണമുണ്ട്. ഞാൻ അച്ചുവിനെ സ്നേഹിച്ചാൽ അവൾ തിരിച്ചും എന്നെ സ്നേഹിക്കും. അത് നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ആ പാവത്തിനെ വെറുതെ തല്ലും, പട്ടിണിക്കിടും. അവൾ പട്ടിണി കിടക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഉപഹാസമാണെന്ന് പറഞ്ഞിരിക്കും. അവളെ തല്ലുന്ന ദിവസങ്ങളിൽ ഞാനും ഉറങ്ങാതെ കരയുമായിരുന്നു. അപ്പോഴേക്ക് നിങ്ങളോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു. അവളെയും കൊണ്ട് ഇവിടുന്ന് നിങ്ങളെ കണ്ണു വെട്ടിച്ച് പോയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. കുഞ്ഞച്ചു വളർന്ന് ഋതുമതിയായി അന്ന് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ഞാൻ ജാനുവിനെ ഏൽപ്പിച്ചിരുന്നു. ഒപ്പം അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാനും ഒരു തുകയും അവർക്ക് കൊടുക്കുമായിരുന്നു. എൻ്റെ മകളായിരുന്നു അവൾ. കുട്ടികളൊക്കെ വളർന്ന് വലുതായാലും നമുക്കെന്നും അവൾ ചെറുപ്പമായിരിക്കും. എനിക്കും അങ്ങനെയായിരുന്നു 2 പേരും. ആദ്യം വളരുന്നതിനനുസരിച്ച് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി. പറയുന്നതെന്തും സാധിച്ചു കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് അവനത് മുതലെടുത്തു എന്ന് തന്നെ പറയാം. അവൻ്റെ മുറിയിൽ നിന്നും ഡ്രഗ്സ് വരെ കണ്ടെത്തിയിരുന്നു ഞാൻ. അന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ എന്നെ തല്ലി. അമ്മ അവനെ ഇനി ഞാൻ നോക്കണ്ട എന്ന് പറഞ്ഞു. ഒത്തിരി വിഷമം തോന്നിയിരുന്നു. മക്കളെ തിരുത്തി വളർത്തേണ്ടവർ തന്നെ സപ്പോർട്ട് ചെയ്ത് വളർത്തുന്നത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഒരിക്കൽ അവൻ്റെ കൂട്ടുകാരൊക്കെ വന്നന്ന് അശ്വതിയെ ഒരുത്തൻ കടന്നു പിടിച്ചു. അന്നാണ് അച്ഛൻ അവനെ തല്ലിയത്. നിങ്ങളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്തത്. അന്ന് ഞാൻ അച്ഛനോട് കരഞ്ഞു പറഞ്ഞു ആദിയുടെ പോക്ക് ശരിയായ രീതിയിലല്ലെന്ന്. അച്ഛൻ എന്തൊക്കെ അന്വേഷിച്ചപ്പോൾ എന്തോ അവനെക്കുറിച്ചുള്ള കാര്യം അറിഞ്ഞു. അത് അന്വേഷിക്കാൻ ചേട്ടനെ കൊണ്ട് അന്ന് പോയത്. പക്ഷേ അന്ന് നിങ്ങൾ പോയ പുറകെ തന്നെ ആദ്യം ആരോ വിളിച്ച് നിങ്ങളുടെ വണ്ടി നമ്പറൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അന്നവനൊരു കാര്യം കൂടി അവരോട് പറഞ്ഞു. മുത്തശ്ശനെ കൊന്നേക്കാൻ അച്ഛൻ തളർന്നു കിടന്നാലും കുഴപ്പമില്ലെന്ന്. ഇത്രയൊക്കെ കേട്ട് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. വേഗം തന്നെ കാറെടുത്ത് നിങ്ങളെ അന്വേഷിച്ചിറങ്ങി. ആ സമയം ഒത്തിരി വിളിച്ചു നിങ്ങളെ. ഫോൺ എടുത്തില്ല. ഒരാൾക്കൂട്ടം കണ്ടു നിർത്തി ഞാൻ കണ്ടു വണ്ടി ഇടിച്ചു കിടക്കുന്ന നമ്മുടെ കാറ്. വേഗം അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ അറിഞ്ഞു ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്ന്. 2 പേർക്കും ജീവനുണ്ട്. അത്ര വലിയ പരിക്കുകളൊന്നുമില്ല എന്ന്. പക്ഷേ നമ്മുടെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം അച്ഛൻ മരിച്ചു, നിങ്ങൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാനായില്ല. ഞാൻ എനിക്ക് പരിചയമുള്ള വിശ്വസിക്കാവുന്ന ഡോക്ടറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ആക്സിഡൻ്റ് അല്ല, മുത്തശ്ശനെ പറ്റിയേക്കുന്നത്. തലയ്ക്ക് ചുറ്റിക പോലുള്ള എന്തോ ആയുധം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയതാണെന്ന്. അതുപോലെ നിങ്ങളെ തളർത്തിയേക്കുന്നതാണെന്നും അറിഞ്ഞു. ഇവിടെ റിപ്പോർട്ടിൽ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് എഴുതി എന്നും അയാൾ പറഞ്ഞു. സ്വന്തം വീട്ടിലെ പോലും കൊല്ലാൻ അവൻ മടിയില്ല എന്ന് അന്ന് മനസ്സിലായി എനിക്ക്. വീട്ടിലേക്ക് വന്നപ്പോൾ കണ്ടു അച്ചുമോളെ തല്ലി അവശയാക്കി പൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ അവളുടെ വല്യമാമയെ വിളിച്ചു വരുത്തി പറഞ്ഞു വിട്ടു. അവളെ കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ വല്യമാമയുടെ നമ്പർ വാങ്ങി. ഒപ്പം അവൾക്ക് കുറച്ച് ക്യാഷും കൊടുത്തു. അവളെ പഠിപ്പിക്കാൻ വിടണമെന്നും അതിനുള്ള ക്യാഷ് ഞാൻ തന്നോളാമെന്നും പറഞ്ഞു. ഒന്നേ അയാളോട് പറഞ്ഞുള്ളൂ, പൊന്നുപോലെ നോക്കണമെന്ന്. മുത്തശ്ശനെ പോലും കാണാതെ മരവിച്ച മനസ്സുമായി പോകുന്ന അശ്വതിയെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. മനസ്സിൽ നിന്നും ആയില്ല അവളുടെ ആ മുഖം. പിന്നെ ഞാൻ ആകെ മാറാൻ തീരുമാനിച്ചു. തൻ്റെടിയായി അശ്വതിയെ കാണാത്തവളായി നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു. ജാനകിക്കറിയാം സത്യാവസ്ഥ എന്തെന്ന്. കല്യാണിയെ ആദിക്ക് മുന്നിലേക്ക് വിടരുതെന്ന് ഞാനാണ് ജാനകിയോട് പറഞ്ഞത്. പക്ഷേ ഒരിക്കൽ കണ്ടു
ജാനകിയോട് ആദി ചോദിച്ചത്. നിന്റെ മകളെ ഇങ്ങനെ കൂട്ടിലിട്ട് വളർത്താതെ ഞങ്ങളും കൂടി കാണട്ടെ എന്ന്. അന്നവർ ദേഷ്യപ്പെട്ടു. അതിൻ്റെ ദേഷ്യത്തിലാണ് അവൻ അവർക്ക് കഴിച്ച ഫുഡിൽ പോയിസൺ കലർത്തി ആശുപത്രിയിൽ എത്തിച്ചത്. പോയിസണുള്ളിൽ ചെന്ന കാര്യം പറഞ്ഞില്ല, പകരം പക്ഷാഘാതമാണെന്ന് പറഞ്ഞു. തളർന്നു കിടപ്പിലായി എന്നും പറഞ്ഞു. അങ്ങനെ അവർ അവിടേക്ക് കല്യാണിയെ വരുത്തിച്ചു. അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി. അതൊക്കെ ആ സ്ത്രീക്ക് മുന്നിൽ അവൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവന് മുന്നിൽ അവൻ വിളിക്കുമ്പോൾ ചെല്ലുമെന്ന ഒരു പാവിയായി അവൾ മാറി. അല്ല, മാറ്റി. അവളുടെ അമ്മയുടെ ജീവൻ വെച്ച് അവൻ കളിച്ചു. ഇതൊക്കെ അറിഞ്ഞതും എനിക്ക് ആദിയെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു. ജാനകിയെ അവസ്ഥയിലേക്ക് വീണ്ടും വീണ്ടും ആക്കിക്കൊണ്ടിരുന്നു. ചികിത്സയില്ല എന്നറിഞ്ഞ് ഞാൻ ആരും അറിയാതെ മരുന്നൊക്കെ മാറ്റിച്ചു. കുറച്ച് ബെറ്ററായതും അവൾ കല്യാണിയോടെല്ലാം പറഞ്ഞു. അവൾക്കധികം ആയുസ് ഈശ്വരൻ കൊടുത്തില്ല. അന്ന് തന്നെ മരണപ്പെട്ടു. അതിന് കാരണക്കാരൻ ആദി തന്നെയാണ്. കല്യാണിയെയും അശ്വതിയെയും നല്ല കാശിന് വിൽക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ് ഞാൻ വല്യമാമയോട് കാര്യങ്ങൾ പറഞ്ഞു. അവളെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു അയാൾ. പക്ഷെ അവിടെയും ആദി മറഞ്ഞു നിന്നു. അവൻ്റെ ആളായിരുന്നു അത്. ഞാൻ മനസ്സിലാക്കി വന്നപ്പോൾ തന്നെ കല്യാണവും ആകാറായി. വേഗം അയാളോട് പറഞ്ഞതും അയാൾ തന്നെ എങ്ങനെയൊക്കെയോ മുടക്കി പകരം കൈലാസത്തിൽ കാശിനാഥനാണ് കെട്ടിയത് എന്നറിഞ്ഞതും സമാധാനമായി. വല്യമാമയ്ക്കറിയില്ല കാശി ആരായിരുന്നു എന്ന്. എനിക്കിവിടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത് ദത്തനായിരുന്നു. അവൻ വഴിയാണ് ആ കല്യാണം നടത്തിയത്. അവനും അറിയാം ആദിയുടെ സ്വഭാവം. അങ്ങനെ സമാധാനത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് കല്യാണി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. എനിക്കറിയാമായിരുന്നു അത് ആദിയുടെ ആണെന്ന്. പക്ഷെ ആദ്യം അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ആ കുരുന്നിനെ കൊല്ലുമെന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അന്ന് രാത്രി ഞാൻ അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഒപ്പം അശ്വതിയുടെ അഡ്രസ്സ് കൊടുത്തത്. ദത്തനില്ലാതിരുന്നത് കൊണ്ട് തനിച്ചു പോകേണ്ടി വന്നു. പിന്നെ പ്രാർത്ഥനയായിരുന്നു അവിടെ ഒരു ആപത്തും കൂടാതെ എത്താൻ. കാശിയുടെ അടുത്താണ് എത്തപ്പെട്ടത് എന്നറിഞ്ഞതും സമാധാനമായി. അവളോടൊന്നേ ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, ആരോടും എൻ്റെ പേര് പറയരുതെന്ന്. അങ്ങനെ വീണ്ടും ഞാൻ സമാധാനത്തോടെ ഇവിടെ അഭിനയിച്ചു ജീവിച്ചു. ഇതിനിടയിൽ അവൻ കാശിയെ അപകടപ്പെടുത്താൻ നോക്കിയതും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവന് സാധിച്ചില്ല. അങ്ങനെയാണ് ധനുവുമായുള്ള പ്രപ്പോസൽ മുന്നോട്ട് വന്നത്. അവൻ അവിടെ കയറി പറ്റണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദത്തൻ അവനെ കൊണ്ടാവും വിധം ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഞാനും താല്പര്യം പ്രകടിപ്പിച്ചില്ല. എനിക്കിവിടെ സ്ഥാനമൊന്നുമില്ലാത്തതുകൊണ്ട് ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ. പക്ഷെ അവിടെയും ആദി കളിച്ചു. ധനു പോലും അറിയാതെ അവൾക്ക് അവൻ ഡ്രഗ്സ് കൊടുത്തു. അവളെ പറയാൻ പോലും അറപ്പ് തോന്നുന്നു. ആ കുട്ടി ഒന്നും അറിഞ്ഞില്ല. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയില്ല ആ കുട്ടിക്ക്. ആദിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവളെയും ആർക്കൊക്കെയോ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു അവനെ. ഇതൊക്കെ അറിയുന്ന ധനുവിൻ്റെ മരണശേഷമാണ്. എത്ര പറഞ്ഞതായിരുന്നു ഈ ബന്ധം വേണ്ട എന്ന്, കേട്ടില്ല. പക്ഷെ ധനുവിനെ കൊന്നത് ആദിയല്ല, വേറെ ആരോ ആണ്. മറഞ്ഞിരിക്കുന്ന ആൾ ആരാണെന്നറിയൂ? നിങ്ങളുടെ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനും. രാമചന്ദ്രൻ ഞെട്ടി തൻ്റെ ഭാര്യയെ നോക്കി. ഞെട്ടണ്ട, കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. ജാനകിയെ ഇഷ്ടപ്പെട്ട് ചതിച്ചവൻ നിങ്ങളുടെ ഏട്ടനാണ്. അയാളുടെ മകളാണ് കല്യാണി. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാം ഇത്. മകൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. നിങ്ങളുടെ അമ്മ സമ്മതിച്ചിരുന്നില്ല അവിടെ അവരെ താമസിപ്പിക്കാൻ. എന്നാൽ അച്ഛൻ അയാളുടെ മനസ്സിന് നന്മ കൊണ്ട് മാത്രം അവരെ അവിടെ നിർത്തിയത്. തൻ്റെ മകനുള്ള ശിക്ഷയായിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. ചേച്ചി പറഞ്ഞറിഞ്ഞതാണിത്. കുറച്ച് ദിവസമായി വളരെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞതാണ് അയാളെയും ശ്രീനാഥിനെയും കുറിച്ച്. ധനുവിനെ കൊന്നത് അയാളാണെന്ന് ചേച്ചി അറിഞ്ഞിരുന്നു. അത് എന്നോട് പറഞ്ഞു. ഞങ്ങളത് ദത്തനോടും കാശിയോടുമായി പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ അവൻ്റെ മുന്നിൽ ഇപ്പോൾ സുജിത അഭിനയിച്ചിട്ടുണ്ടാകും. ഇവിടെ ഞാനാണ് ആ ഡോക്ടറെ നിർത്തിയത്. ഇവിടുത്തെ കാര്യങ്ങൾ അറിയാൻ. അരുതാത്തതൊക്കെ നടക്കുന്നത് മനസ്സിലായതുകൊണ്ട് നിങ്ങളോട് അയാളോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞത്. അറിയണം മകൻ്റെ ദുഷ്ടപ്രവൃത്തികൾ. എന്നിട്ട് തീരുമാനിക്കുക ഇങ്ങനെയൊരു മകനെ വേണോ വേണ്ടയോ എന്ന്. ഉറച്ച ശബ്ദത്തോടെ അവർ രാമചന്ദ്രനോട് ചോദിച്ചു. വേണ്ട, എനിക്കിങ്ങനെ ഒരു മകനെ വേണ്ട. എൻ്റെ സീത പോലും എന്നോട് പൊറുക്കില്ല. ഈശ്വരൻ തന്ന ശിക്ഷയാ. മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ട സ്ഥാനത്ത് ഒരാളെ അകറ്റിയതിന് തന്ന ശിക്ഷ. ആദ്യം ഇന്ന് കാശിയുടെ കയ്യിൽ എത്തിപ്പെടും. തെറ്റു ചെയ്തവർക്ക് ശിക്ഷ നടപ്പിലാക്കും. ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല. ഒരു നിയമത്തിനും കണ്ടുപിടിക്കാനാവാത്ത വിധം ശിക്ഷിക്കും. ശ്രീലത പറഞ്ഞു കേട്ടതും കണ്ണു നിറച്ച് അയാൾ ചെയറിൽ ചാരിയിരുന്നു. ഇതേ സമയം തൻ്റെ മിഴികൾ തുറന്നവൻ കാണുന്നത് തൻ്റെ അമ്മയെയാണ്.
അവൻ തൻ്റെ അമ്മ തന്നെയാണോ മുന്നിൽ നിൽക്കുന്നത് എന്നറിയാൻ ഒന്നുകൂടെ മിഴികൾ അടച്ചു തുറന്നു. എന്താ ശ്രീകുട്ട, അമ്മ തന്നെയാണോ മുന്നിലെന്ന് നോക്കുന്നേ? സുജിത പുച്ഛത്തോടെ തൻ്റെ മകനോട് ചോദിച്ചു. അമ്മ. അവന് വാ തുറന്നൊന്ന് സംസാരിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. വിളിക്കരുത് അങ്ങനെ. ഒറ്റ മകനില്ലെന്ന് കരുതി ലാളിച്ചു കൊഞ്ചിച്ച് വളർത്തിയതിനു കിട്ടി ശിക്ഷ. എങ്ങനെ തോന്നി ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടാൻ? ഇതൊക്കെ ചെയ്തു കൂട്ടിയപ്പോൾ എന്നെ ഓർത്തിരുന്നു. നിന്നെ ഓർത്ത് കഴിയുന്ന ഈ അമ്മയെ ചങ്കു പറഞ്ഞു പോകുന്ന പോലെ വിഷമവും വേദനയും തോന്നുന്നുണ്ടടാ. ഇങ്ങനെയുള്ളവനെയൊക്കെ പോറ്റി വളർത്തിയതെന്ന് ഓർക്കുമ്പോൾ ചത്താൽ മതിയെന്ന് തോന്നിപ്പോകുന്നുണ്ടടാ. കരഞ്ഞുകൊണ്ടവർ പറഞ്ഞു. തൻ്റെ അമ്മയുടെ വാക്കുകൾ അവനെ വേദനിപ്പിച്ചു. അവൻ്റെ മിഴികൾ നിറഞ്ഞു. കരയരുത് ശ്രീകുട്ട, നിന്റെ കണ്ണുനീർ ഈ ഭൂമിയിൽ പതിയാൻ പാടില്ല. അവർ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആൻറ്റി പറ, ഇവനെന്താ ചെയ്യേണ്ടതെന്ന്. ആൻറ്റി പറയും പോലെ ചെയ്യുകയുള്ളൂ ഞങ്ങൾ, സിദ്ധു പറഞ്ഞു. കൊല്ലത് ഇവനെ, വേദനയോടെ ജീവിക്കണം. ഒന്ന് സ്വയം ചെയ്യാനാകാതെ മറ്റൊരാളുടെ സഹായത്തോടെ ജീവിക്കണം. ജാനകിയെ പോയിസൺ കൊടുത്ത് തളർത്തിയതാണല്ലേ ഇവൻ. അതുപോലൊരു പെണ്ണിനെയും ഇനി നോവിക്കരുത്. കേട്ടല്ലോ ശ്രീനാഥിൻ്റെ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് നിന്നെ ജീവനോടെ വിടുകയാണ്. നിന്റെ അമ്മ പറഞ്ഞതുപോലെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ട് സിദ്ധു ഒരു സിറിഞ്ചെടുത്ത് കൊണ്ടുവന്നു. ഒപ്പം ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. ശ്രീകുട്ട, കുറച്ച് വേദനയ്ക്കും മരുന്ന് കയറി പോകുന്ന വഴിയൊക്കെ നല്ല പെയിൻ ഉണ്ടാകും. സാവധാനം വേദന കുറയും. അതുപോലെ നിന്റെ ചലനശേഷി ഇല്ലാതാകും. അമ്മയുടെ ശ്രീകുട്ടന് ഇതാണ് അമ്മ തരുന്ന ശിക്ഷ. പിന്നെ പേടിക്കേണ്ട, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, ഞാൻ നോക്കും. അത്രയും സുജിത പറഞ്ഞതും ആ ഡോക്ടർ വന്ന് അവനിലേക്ക് മരുന്ന് ഇഞ്ചക്ട് ചെയ്തു. മരുന്നുള്ളിലേക്ക് പോകും വഴി അവന് വേദനിക്കാൻ തുടങ്ങി. അവൻ വേദന കൊണ്ട് പുളഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൻ്റെ വേദന കുറഞ്ഞു വന്നു. ചലനശേഷിയും കുറഞ്ഞു വന്നു. പതുക്കെ പതുക്കെ അവൻ്റെ ചലനശേഷി ഇല്ലാതെയായി. തൻ്റെ കൈയും കാലും പോലും അനക്കാനാവാതെ അവൻ കണ്ണീരോടെ അവിടെ കിടന്നു. കരയരുത് ശ്രീകുട്ട, ഇതുപോലെ നിന്റെ മുന്നിൽ കരഞ്ഞവരുണ്ട്. അവരെയൊക്കെ ഒരു ദയവുമില്ലാതെ കൊന്നിട്ടുണ്ട്. നിന്റെയൊക്കെ തോന്നിവാസത്തിന് കിടപ്പറ വരെ എത്തിച്ചിട്ടുമുണ്ട്. ഒരു ശല്യത്തിന് വരാതിരുന്ന ജാനകിയെ നീയൊക്കെ ഇതുപോലെ ഇട്ടില്ലേ? അതിൻ്റെ സുഖം നീയൊക്കെ അനുഭവിക്കണം. അപ്പം ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? സുജിത അവൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. എന്നെ കൊന്നു തരുമോ? അവൻ യാചനയോട് ചോദിച്ചു. കൊല്ലില്ല നിന്നെ, ഇതുപോലെ കിടന്നു നരകിക്കണം. മോനെ സിദ്ധു, ഇവനെ നിങ്ങളുടെ ആശുപത്രിയിലാക്കിയേക്ക്. 2 ദിവസം അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് തറവാട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഒരു കാര്യം പറയാൻ മറന്നു ശ്രീകുട്ട. നിന്റെ തന്തക്ക് കൊള്ളി വെക്കാനുള്ള ഭാഗ്യം നിനക്കില്ല. അതുപോലെ കാണാനും ഭാഗ്യമില്ല. അടുത്തത് അവർക്കുള്ള പണിയാ. എനിക്കും കാണണം, ചിലതൊക്കെ പറയാനുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതൊക്കെ തീർത്തിട്ട് നിന്റെ അടുത്തേക്ക് വരാട്ടോ. വിഷമിക്കേണ്ട, അമ്മ വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു തരാം. അവസാനം നോക്കി കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സിദ്ധു പറഞ്ഞതിനനുസരിച്ച് അവരുടെ ആളുകൾ ശ്രീനാഥിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സിദ്ധുവും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറും സുജിതയും കൂടി. കാശിയും മറ്റുള്ളവരും ഉള്ളിലേക്ക് പോയി. അടുത്ത ആളുകൾക്കുള്ള ശിക്ഷയ്ക്കായി. അവർ കാശിയുടെ അടുത്തെത്തിയതും കൃഷ്ണകുമാറും കൂട്ടുകാരനുമുള്ള വീട്ടിലേക്ക് കയറി. അവിടെ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ്. സിദ്ധുവും കാശിയും കയറി വന്നതും കൃഷ്ണകുമാർ അവരെ നോക്കി. പിന്നിൽ നിന്ന് നടന്നു വരുന്നവരെ കണ്ടതും അയാൾ ഞെട്ടി. ഇങ്ങനെ ഞെട്ടാതെ കൃഷ്ണകുമാറെ, കാശി ഒരു താളത്തിൽ പറഞ്ഞു. ഞെട്ടാതിരിക്കോ കാശി, എന്നെയല്ലേ കണ്ടത്? സുജിത പുച്ഛത്തോടെ പറഞ്ഞു. നീ എന്താ ഇവരുടെ കൂടെ? പകപ്പോടെ കൃഷ്ണകുമാർ സുജിതയോടായി ചോദിച്ചു. ഓ, നിനക്കിതുവരെ മനസ്സിലായില്ലേടാ? ഇവരുടെ സെറ്റപ്പ് ആയിരിക്കും. സ്വന്തം ഭാര്യ ആരുടെ കൂടെ പോകുന്നത് പോലും അറിയാത്തവൻ. ശേഖരൻ തമ്പി പറഞ്ഞു. പറയടാ, നീയൊക്കെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോടാ. നിന്റെയൊക്കെ ആയുസ്സും തീരും വരെ ഉള്ളൂ ഈ വായിട്ടലക്കൽ. പിന്നെ ഞാനേ എൻ്റെ ഭർത്താവിനെയും മകനെയും മാത്രമാണ് പൊന്നുപോലെ സ്നേഹിച്ചത്. തിരിച്ചും അങ്ങനെയായിരുന്നു എന്ന് വിശ്വസിച്ചു. പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു എന്ന് വൈകിയാണ് ഞാൻ അറിഞ്ഞത്. സുജിത പൊട്ടിക്കരഞ്ഞു. ആൻറ്റിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, കരയരുത്. ഇനിയും മിഴികൾ നിറയരുത്. ദത്തൻ ചേർത്തു നിർത്തി പറഞ്ഞു. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ധനുവിനെ കൊന്നതും നീയൊക്കെ ഒരു പെണ്ണാണോടി? എങ്ങനെ തോന്നി എത്തിച്ചു കൊടുക്കാൻ? നിങ്ങൾക്കൊന്നും ജീവനോടെ ഇരിക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് പരലോകത്തേക്ക് പറഞ്ഞറിയിക്കാൻ വന്നേക്കുവാണ്. പിന്നെ മകനുള്ളത് കൊടുത്തിട്ടുണ്ട്. കൊന്നില്ല, നരകിച്ച് ജീവിക്കും. നിങ്ങൾക്ക് മാപ്പില്ല. ഇന്ന് ധനുവാണെങ്കിൽ നാളെ വേറൊരു പെണ്ണിൻ്റെ ജീവൻ എടുക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത നിങ്ങൾക്കില്ല. അത് പറഞ്ഞവർ ഡോക്ടറെ നോക്കി. അയാൾ 3 സിറിഞ്ചിൽ മരുന്നെടുത്തുകൊണ്ട് വന്നു.
പേടിക്കണ്ടാട്ടോ 3 പേരും, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് ശരീരത്തിലേക്ക് പ്രവേശിച്ച ഓരോ ഭാഗങ്ങളും വേദനിക്കാൻ തുടങ്ങും. വേദന കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ദേഷ്യം തോന്നും, ഒന്ന് ചത്തു കിട്ടാൻ തോന്നും. ഇന്നിത് ഇഞ്ചക്ട് ചെയ്താൽ വേദന പതിയെ തുടങ്ങും. ആ വേദന സഹിക്കും നിങ്ങൾ. നാളത്തേക്ക് വേദന കൂടും, സഹിക്കാൻ പറ്റില്ല, ചാവാൻ തോന്നും, പരസ്പരം പോരുകൂടും. അങ്ങനെ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ചത്തു കിട്ടിയാൽ മതിയെന്ന് തോന്നും. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ വയ്ക്കുന്നുണ്ട്, അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാകും. ഈ 3 ദിവസം നിങ്ങൾ നരകവേദന അനുഭവിക്കും. കാശി അവരോടായി പറഞ്ഞുകൊണ്ട് ഡോക്ടറെ നോക്കി. അയാൾ അവരിലേക്ക് അത് ഇൻജക്ട് ചെയ്തു. ഇതൊക്കെ സുജിത തൻ്റെ ഫോണിൽ പകർത്തി തൻ്റെ മകൻ അവസാനമായി ഒരു നോക്ക് കാണിക്കുവാനായി.